പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദവചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 23:1-2. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായൊരു വേദവചനമാണല്ലോ വായിച്ചത്. ആമേൻ, സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇടയച്ചെറുക്കനായിരുന്ന സമയത്ത് താൻ നല്ലൊരു ഇടയനും നല്ല ആടും തമ്മിലുള്ള ബന്ധം വ്യക്തമായും തിട്ടമായും അറിയാവുന്ന താൻ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ കൂടി പച്ചയായ പുൽപ്പുറങ്ങൾ തൻ്റെ ആടുകൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന ഇടയൻ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് തൻ്റെ ആടുകളെ നയിക്കുന്ന ഇടയൻ, ആ അനുഭവങ്ങളിൽ കൂടി ദൈവത്തെ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുകയാണ്. സ്വസ്ഥതയുള്ള വെള്ളം ഉള്ള സ്ഥലത്ത് മാത്രമേ ആടുകൾക്ക് ആവശ്യത്തിന് വെള്ളം വലിച്ചു കുടിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ പച്ചയായ പുൽപ്പുറങ്ങൾ, മേച്ചിൽ പുലങ്ങളിൽ കിടക്കുന്ന ആടുകൾക്ക് സ്വസ്ഥമായി വിശ്രമിക്കുവാനും ആവശ്യത്തിന് ആഹാരം കഴിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ തൻ്റെ ആടിൻ്റെ സംരക്ഷണത്തിൽ അതീവ ജാഗ്രതയുള്ള ഒരു നല്ല ഇടയനായി ദൈവത്തെ താൻ പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു കർത്താവ് തന്നെ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ എൻ്റെ ആടുകളെ അറിയുകയും അവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകിയ യേശു കർത്താവ് താൻ ഇടയനാകുന്നു. ആമേൻ, സ്തോത്രം. നല്ല ഇടയനാകുന്നു. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന, ആടുകളെ പരിപാലിക്കുന്ന നല്ലൊരു കർത്താവാകുന്നു. ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും ജനത്തെ വീണ്ടെടുക്കുന്ന രക്ഷിതാവാകുന്നു എന്ന് താൻ അവിടെ പ്രസ്താവിക്കുന്നു. 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം അറിയുന്നു, അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായകൊണ്ട് അവ അന്യന്മാരെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നു, അവൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു. അന്യന്മാരുടെ ശബ്ദം, ലോകത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഇടയായിത്തീരുന്നു. ക്രിസ്തു അവർക്ക് മുമ്പായി നടക്കുന്നു. പ്രതിസന്ധികളിൽ നിന്ന് അവരെ വിടിയിപ്പാൻ, അവർക്ക് ആവശ്യമായ സ്വസ്ഥതയും സമാധാനം നൽകുവാൻ ദൈവം സർവശക്തനാണെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആമേൻ, സ്തോത്രം. ഈ കേൾക്കപ്പെട്ട വചനത്തുമ്പായി നമ്മെ തന്നെ സമർപ്പിക്കാം. കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന, പച്ചയായ പുൽപ്പുറങ്ങളെ നടത്തുന്ന ആടുകളുടെ വാതിലായ ആമേൻ, സ്തോത്രം. നല്ല ഇടയനായ ക്രിസ്തുവിലേക്ക് ഞങ്ങളുടെ ജീവനെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തലമുറയെ, ദൈവസഭകളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ആമേൻ, സ്തോത്രം. മതിയായ സംരക്ഷണവും കൃപയും തന്നെ ആവശ്യമായ എല്ലാം നൽകി തന്നെ നിന്റെ ജനത്തെ അനുഗ്രഹത്തോടെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.